ഗ്രാഫിക് ഡിസൈൻ തിയറി സെക്ഷൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗ്രാഫിക് ഡിസൈൻ എന്നതാണ്. നമുക്കാണെങ്കിൽ ആദ്യം ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു സെക്ഷനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഇൻട്രൊഡക്ഷന്, 2 വിഷ്വൽ എലമെൻറ്റ്സ്, 3 ഡിസൈൻ പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാഫിക് ഡിസൈൻ എന്നാണ്. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ സെക്ഷനിലുള്ളതെന്ന് പറഞ്ഞാൽ വിഷ്വൽ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ ഗ്രാഫിക്സ് യൂസ് ചെയ്യണം. അപ്പോൾ ആ എലമെൻറ്റ്സിനെ നമ്മൾ വിഷ്വൽ എലമെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ അത് കുറേ തരത്തിലുണ്ട്. ലൈനുണ്ട്, കളറുണ്ട്, ഷേപ്പുണ്ട്, ടെക്സ്ചറുണ്ട്, സ്പേസ് ഉണ്ട്, ഫോം ഉണ്ട്, ടൈപ്പോഗ്രഫി ഉണ്ട്. ഇപ്പം ഈ ഒരു വിഷ്വൽ എലമെൻറ്റ്സ് പിന്നെ കുറച്ച് ഡിസൈൻ പ്രിൻസിപ്പിളോട് ചേരുമ്പോഴാണ് ഗ്രാഫിക് ഡിസൈൻ ഉണ്ടാകുന്നത്. അതായത് ഇത് ഗ്രാഫിക്സ് ആയിട്ട് ഈ ഡിസൈൻ പ്രിൻസിപ്പിൾ നമ്മൾ ഡിസൈനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഗ്രാഫിക് ഡിസൈൻ ഉണ്ടാകുന്നത്. അപ്പം ഡിസൈൻ പ്രിൻസിപ്പിൾ തന്നെ കുറേ ഉണ്ട്. കോൺട്രാസ്റ്റ്, ഹൈറാർക്കി, അലൈൻമെൻറ്റ്, ബാലൻസ്, പ്രോക്സിമിറ്റി, റിപ്പിറ്റീഷൻ, സിംപ്ലിസിറ്റി, ഫങ്ഷൻ, അങ്ങനെ കുറേ പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിലെ പല എലമെൻറ്റ്സും ഒന്നിച്ച് ചേരുമ്പോഴാണ് ഗ്രാഫിക് ഡിസൈൻ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗ്രാഫിക് ഡിസൈൻ എന്നതാണ്. ഗ്രാഫിക് ഡിസൈൻ പ്രധാനമായും ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഒരു മെസ്സേജോ ഐഡിയയോ കൺവേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വിഷ്വൽ എലമെൻറ്റ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ആർട്ടാണ്. നമ്മുടെ ചുറ്റിനും നമുക്ക് ഒരുപാട് ഗ്രാഫിക് ഡിസൈൻ കാണാൻ സാധിക്കും. നമ്മളുടെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളുടെ ലോഗോ തൊട്ട് നമ്മൾ ഡെയിലി കാണുന്ന ഫ്ലെക്സും ബോർഡും എല്ലാത്തിനും നമുക്ക് ഗ്രാഫിക് ഡിസൈൻ കാണാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രാഫിക് ഡിസൈൻ എന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. നമ്മളൊരു മെസ്സേജോ കൺസെപ്റ്റോ എടുക്കുന്നു, എന്നിട്ട് നമ്മളത് ക്ലിയറും എഫക്റ്റീവും നല്ല സുന്ദരമായ രീതിയിലും കൺവേ ചെയ്യാൻ വേണ്ടി നമ്മൾ വിഷ്വൽ എലമെൻറ്റ്സ് ഉപയോഗിച്ച് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ്സ് ചൂസ് ചെയ്യണം. അങ്ങനെ നല്ല മെത്തേഡ്സ് ചൂസ് ചെയ്യുകയാണ് ഒരു ഗ്രാഫിക് ഡിസൈനറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ. ഒരു ഗ്രാഫിക് ഡിസൈനർ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ നിരവധി ടൂൾസും ടെക്നിക്സും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ടൈപ്പോഗ്രഫി, കളർ തിയറി, ലേഔട്ട് ഡിസൈൻ തുടങ്ങിയവ ഉൾപ്പെടുന്നു. അഡോബ് ഫോട്ടോഷോപ്പ്, ഇലിസ്ട്രേറ്റർ തുടങ്ങിയ സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഒരു ഗ്രാഫിക് ഡിസൈൻ്റെ ഗോളെന്ന് പറയുന്നത് കാഴ്ചക്കാരന് നല്ല ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് സമ്മാനിച്ചുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്.